കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. തൃശൂരിൽ LDFന് കരുവന്നൂർ വിഷയം തിരിച്ചടിയായെന്ന് CPI. തോൽവിയുടെ കാരണം വിശദമായി പരിശോധിക്കണമെന്ന് ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ആവശ്യപ്പെട്ടു. കരുവന്നൂർ വിഷയം ഉൾപ്പെടെയുള്ള മറ്റു പല കാര്യങ്ങളും ഇതിനകത്ത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും തന്നെയാണ് കരുതുന്നത്. അതിന് ഞാൻ പറഞ്ഞല്ലോ, വളരെ വിശദമായ ഒരു പരിശോധന നടത്തിയാലാണ് നമുക്ക് എങ്ങനെയാണ്, എവിടെയാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ വേണ്ടി കഴിയുക. അതുൾപ്പെടെ ഉണ്ടാവും. പക്ഷെ കരുവന്നൂരിന് അങ്ങനെ നിസ്സാരമായിട്ട് അല്ല എടുത്തിരിക്കുന്നത്. കരുവന്നൂരിൽ നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റി അതിനകത്ത് നല്ലതുപോലെ ഇടപെടുകയും 110 കോടിയോളം രൂപ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചു. അത്തരത്തിൽ വളരെ ശക്തമായ നടപടി തന്നെയാണ് കേരള ഗവൺമെന്റ് സ്വീകരിച്ച്. രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിനകത്ത് തെറ്റ് ചെയ്തവരാണെങ്കിലും അവരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു വലിയ പ്രചരണം അത് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആളുകളുടെ ഇടയിൽ നല്ലതുപോലെ അത് സ്വാധീനം ചെലുത്താൻ ഇടവന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഇടയാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അത് വിശദമായി പരിശോധിച്ചാലാണ് കൂടുതലായിട്ട്. അതുല്യ ചേരുന്ന വിവരങ്ങളുമായി. അതുല്യ, തോൽവിയുടെ കാരണം പരിശോധിക്കുകയാണ്. ആഴത്തിൽ പരിശോധിക്കാൻ ഇനിയും സമയമുണ്ടെങ്കിലും തൃശ്ശൂരിൽ LDFന് തോൽവിക്ക് കാരണമായത് കരുവന്നൂർ വിഷയവും ഉണ്ട് എന്ന് CPI കാണുകയാണ് പ്രാഥമികമായി തന്നെ. എന്തൊക്കെയാണ് CPIയുടെ ഇക്കാര്യത്തിലുള്ള വിലയിരുത്തൽ? അതെ ഫിജി, ഇപ്പോൾ CPI ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK വത്സരാജ് പറഞ്ഞത് കരുവന്നൂർ വിഷയം ഇത്തവണത്തെ തൃശ്ശൂരിൽ ഇടത് മുന്നണിക്കേറ്റ തിരിച്ചടിയിൽ വളരെ പ്രധാനമായി, അതല്ലെങ്കിൽ അവഗണിക്കാൻ പറ്റാത്ത ഒരു വിഷയമായി തന്നെ ജനങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് തീരെ നിസ്സാരമായല്ല ജനങ്ങൾ കരുവന്നൂർ വിഷയത്തെ സമീപിച്ചത് എന്നാണ് തൃശ്ശൂരിലെ ജനവിധിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതൊരു സ്വയം വിമർശനമായി കൂടി ഏറ്റെടുക്കണമെന്ന രീതിയിലാണ് ഇപ്പോൾ വത്സരാജ് പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ഇദ്ദേഹം പറയുന്നത് ഇടതുമുന്നണിക്ക് പൊതുവെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എല്ലായിടത്തും ഇടതുമുന്നണിക്ക് എതിരായാണ് ജനവിധി വന്നിട്ടുള്ളത് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ തൃശ്ശൂരിൽ അതേ ജനവിധി എങ്ങനെ BJPക്ക് അനുകൂലമായി എന്നതാണ് പരിശോധിക്കേണ്ടത്. VS സുനിൽകുമാർ എന്ന രീതിയിൽ വളരെയധികം വ്യക്തിപ്രഭാവമുള്ള ഒരാളെ നിർത്തുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് നോൺ പൊളിറ്റിക്കലായ, അതായത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയമില്ലാത്ത ആളുകളുടെ വോട്ടുകൾ പോലും സുനിൽകുമാറിൻ്റെ വ്യക്തിപ്രഭാവത്തിൽ ഇടതുമുന്നണിക്ക് ലഭിക്കും എന്നൊരു പ്രതീക്ഷ നിർത്തിയപ്പോൾ പോലും അത്തരത്തിലുള്ള നോൺ പൊളിറ്റിക്കൽ വോട്ടുകൾ സുരേഷ് ഗോപിയിലേക്ക് പോയത് എന്തുകൊണ്ടാണ് എന്നത് ആഭ്യന്തരമായി തന്നെ CPIയും CPMും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ കരുവന്നൂർ വിചാരിച്ചതിനേക്കാൾ വലിയ, അല്ലെങ്കിൽ കരുവന്നൂരിനെ അത്തരമൊരു വിഷയം ഈ തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ബാധിക്കും എന്ന ഒരു രീതിയിൽ CPMോ CPIയോ വിചാരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും UDFും BJPയും ഇലക്ഷനിൽ കരുവന്നൂർ വിഷയം നല്ല രീതിയിൽ തന്നെ ക്യാമ്പയിനിങ്ങിന് ഉപയോഗിച്ചിരുന്നു. വളരെ വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ടാക്കാൻ, അല്ലെങ്കിൽ സർക്കാരിനെതിരായി കരുവന്നൂർ വിഷയത്തെ ഉപയോഗിക്കാൻ ഈ രണ്ട് മുന്നണികൾക്കും, BJPക്കായാലും കോൺഗ്രസിനായാലും സാധിച്ചിരുന്നു. അത് ഫലം കണ്ടു എന്ന് വേണം കരുതാൻ. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്തുകൊണ്ട് ഇടതുപക്ഷ മുന്നണിക്ക് മുൻകൂട്ടി കാണാനായില്ല എന്നാണ് വത്സരാജ് ചോദിക്കുന്നത്. അത് ഞങ്ങൾ മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. അതിനെതിരായ പ്രവർത്തനങ്ങൾ, അതിനെതിരായ ക്യാമ്പയിനുകൾ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും ഉണ്ടാവേണ്ടതായിരുന്നു. എന്നാൽ അത്തരത്തിലൊന്നും സംഭവിച്ചു കാണുന്നില്ല. കരുവന്നൂർ വിഷയം മറ്റ് മുന്നണികൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും ഭരണപരമായ കാര്യങ്ങളും നേട്ടങ്ങളും വികസനങ്ങളും എടുത്തു കാണിക്കുവാനും CPIക്കോ CPMനോ തൃശ്ശൂരിൽ കഴിഞ്ഞില്ല എന്നതാണ് അദ്ദേഹം പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ ആഭ്യന്തരമായ അന്വേഷണവും ആത്മപരിശോധനയും നടത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ കരുവന്നൂർ വിഷയം മാത്രമല്ല, തൃശ്ശൂരിൽ CPM BJP ഡീൽ നടന്നു എന്ന രീതിയിൽ വരുന്ന പ്രചരണങ്ങളോടും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അത്തരത്തിലൊരു ഡീൽ നടക്കാൻ യാതൊരു സാഹചര്യവും, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം തൃശ്ശൂരിലെ വോട്ടിൻ്റെ ശതമാനം നോക്കുകയാണെങ്കിൽ CPMന് വോട്ട് വർദ്ധിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അതേസമയം TN പ്രതാപൻ നിന്നപ്പോൾ ലഭിച്ചതിനേക്കാൾ 1,00,000-അടുത്ത് 80,000-ലധികം വോട്ടുകൾ മുരളീധരന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഏതാണ്ട് അത്രത്തോളം തന്നെ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുമുണ്ട്. VS സുനിൽകുമാറിന് മുൻവർഷത്തേക്കാൾ വോട്ടുകൾ കൂടുതലാകുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡീൽ നടന്നിരിക്കുന്നത് എവിടെയാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഡീൽ നടന്നിരിക്കുന്നത് CPMും